الشيطان الرجيم وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم عباد الله أولا بتقوى الله സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നമുക്കവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമത്ത്, വചനം അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ വിശ്വാസിയായി മാറുന്നത്. അത് അംഗീകരിക്കുന്നതോടുകൂടി അവൻ്റെ പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളുമെല്ലാം അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാവൂ എന്നതാണ് ആ സാക്ഷ്യവചനത്തിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം എന്ന് പറയുന്നത്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധനക്കർഹൻ അവൻ മാത്രമാണ് എന്ന് അംഗീകരിക്കുക മാത്രം ചെയ്യുന്ന ഒരു പ്രവണത ഒരു വിശ്വാസിക്ക് അവൻ്റെ വിശ്വാസ പൂർത്തീകരണത്തിന് അതുമാത്രം അനിവാര്യമല്ല എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവാണ് തൻ്റെ രക്ഷിതാവ് എന്ന് അംഗീകരിച്ചാൽ മാത്രം ഒരാൾ വിശ്വാസിയായി തീരുന്നില്ല എന്നർത്ഥം. നേരെ മറിച്ച് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അടിമയും ദൂതനുമാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് അംഗീകരിച്ച് വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഒരാൾ പൂർണ്ണമായ വിശ്വാസിയാകുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വാസമുണ്ടായിരിക്കണമെന്നർത്ഥം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായും അറിയാതെ പഠിക്കാതെ ഒരാൾ ജീവിക്കുന്നുണ്ട് എങ്കിൽ അവൻ്റെ വിശ്വാസം പൂർണ്ണമല്ല എന്നുള്ളതാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലാ യസ്മഉ ബി അഹദും മിൻ ഹാദിഹിൽ ഉമ്മത്തി യഹൂദിയ്യുൻ വലാ നസ്റാനിയ്യുൻ ثم يموت ولم يؤمن بالذي أرسلت به إلا كان من أصحاب النار. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാതെ, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഒരാൾ ഈ ലോകത്തുനിന്ന് മരണപ്പെടുകയാണ് എങ്കിൽ അവൻ യഹൂദിയാകട്ടെ നസ്രാനിയാകട്ടെ ആരുമാകട്ടെ, പ്രവാചകനെ അറിഞ്ഞിട്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കാതെ, അനുധാവനം ചെയ്യാതെ, ആ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാതെ അത് പിൻപറ്റാതെയാണ് ഒരാൾ മരിക്കുന്നത് എങ്കിൽ കാന മിൻ അസ്ഹാബിൻ നാർ, അവൻ നരകത്തിൻ്റെ ആളുകളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ കേട്ടാൽ മാത്രം പോരാ, ആ പ്രവാചകനെ കുറിച്ച് കൃത്യമായി അറിയേണ്ടതുണ്ട്. അത് സ്വർഗ പ്രവേശനത്തിന് അനിവാര്യമാണ് എന്ന് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറത്തു അഹ്സാബിലെ 40-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയ്യിൻ വകാന അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമ. അല്ലാഹു പറയുകയാണ്, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും, നിങ്ങളിൽ നിന്നുള്ള ഒരു പുരുഷന്മാരുടെയും പിതാവല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലാകിൻ, പക്ഷേ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലാണ്, ദൂതനാണ്. വഖാതമൻ നബിയ്യീൻ, പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ ആ അവസാനത്തെ പ്രവാചകനെ കുറിച്ച് പഠിക്കണമെന്നാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ നിങ്ങൾ, വിമർശനം വർത്തമാന കാലഘട്ടത്തിൽ
ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുപാട് വിമർശിക്കുന്ന ആളുകളുണ്ട്. ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാത്ത ധാരാളം ആളുകളുണ്ട്. അതേപോലെ തന്നെ അറിയാൻ ശ്രമിക്കുന്നവർ വിമർശനങ്ങളിലൂടെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരുപാട് നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി തൂലികകൾ ചലിപ്പിക്കുന്ന, അതിനുവേണ്ടി തൻ്റെ സമയം വിനിയോഗിക്കുന്ന ആളുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തെക്കുറിച്ച് അതിനെ മോശമായി ചിത്രീകരിക്കുന്നവർ സമൂഹത്തിലുണ്ട്. അതേപോലെ തന്നെ സമൂഹത്തിൽ കഴിഞ്ഞു പോയിട്ടുമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധക്കുതിയനാണ് എന്ന് സമൂഹം ചിത്രീകരിച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കുന്ന ആളുകൾ ഇന്നും ലോകത്തുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിറാണ് എന്നും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരോ പറഞ്ഞത് ഏറ്റുപറയുന്ന ഒരു ഏറ്റുപറച്ചിൽക്കാരനാണ് എന്നുമൊക്കെ ഇങ്ങനെ ഒരുപാട് വിമർശനങ്ങളുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമൂഹത്തിൽ ചിത്രീകരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് തങ്ങളെന്ന് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ. അതായത് ഒരു നിലക്ക് പറഞ്ഞാൽ ബിദ്അത്തുകൾ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന ആളുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ദീനിലുള്ളതാണ് എന്ന് പറഞ്ഞ് ബിദ്അത്തുമായി മുന്നോട്ട് പോകുന്ന ആളുകളും സമൂഹത്തിൽ കാണാൻ കഴിയും. അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു വിഭാഗം ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ തങ്ങൾക്ക് ബുദ്ധിക്ക് യോജിച്ചതു മാത്രം അംഗീകരിക്കുന്ന ആളുകൾ. തൻ്റെ ബുദ്ധി കൊണ്ട് പ്രവാചകന്റെ ഹദീസുകൾ അളന്നു നോക്കുകയും അതിനെ ഉറ്റാലോചിക്കുകയും അത് തൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെന്ന് ബോധ്യപ്പെടുമ്പോൾ ആ ഹദീസിനെ മാറ്റിവെക്കുകയും ചെയ്യുന്ന ആളുകൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കാൻ ആരംഭിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് 2-3 ക്ലാസ്സുകളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം വളരെ ഹ്രസ്വമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. നോക്കൂ നിങ്ങൾ, എന്തിനു വേണ്ടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു സമയത്തിലേക്കാണ് നമ്മൾ വരാനിരിക്കുന്നത്. അവിടെ ആ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു കാലഘട്ടം മുന്നോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാസം, അടുത്ത മാസത്തിലേക്ക് ആളുകൾ അതുമായി ബന്ധപ്പെട്ട് പ്രവേശിക്കുമ്പോൾ ആ പ്രവാചകനെ ഏറ്റവും ചുരുങ്ങിയ രീതിയിലെങ്കിലും ആ പ്രവാചകന്റെ ജീവിതം മുഴുവൻ ഒന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് അത് നമ്മുടെ ബാധ്യതയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും സന്ദേശവും വളരെ ചുരുക്കിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, റബീഉൽ അവ്വൽ മാസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ 4 മാസങ്ങളാണ് പവിത്രമാക്കി എണ്ണിയത്. അവിടെയൊന്നും റബീഉൽ അവ്വൽ എണ്ണിയതായി നമുക്ക് കാണാൻ സാധ്യമല്ല. അതേപോലെ തന്നെ പവിത്രമായ മാസമായി റമളാനിനെ പരിചയപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. അവിടെയും റബീഉൽ അവ്വൽ മാസത്തിന്റെ പവിത്രതയോ അത് പവിത്രമായ മാസമാണ് എന്നോ വിശുദ്ധ ഖുർആൻ എവിടെയും പരാമർശിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുകയില്ല. അതേപോലെ തന്നെ പ്രമാണങ്ങളിൽ റബീഉൽ അവ്വൽ മാസങ്ങളിൽ ഹദീസുകളിൽ പ്രത്യേകമായ ഒരു പ്രത്യേകത അതിനുണ്ട് എന്ന് പ്രമാണങ്ങളിൽ ഹദീസുകളിൽ എവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ല. പിന്നെ എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ മാസമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ച മാസമാണ് എന്നും റബീഉൽ അവ്വൽ മാസത്തിലാണ് മരണപ്പെട്ടത് എന്നും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായങ്ങൾ കാണാൻ കഴിയും. എന്നാൽ ജനിച്ച മാസമാണ് എന്നതിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. റബീഉൽ അവ്വലിലാണ് എന്നും മറ്റു മാസങ്ങളിലാണ് എന്നും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ അതിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട മാസമാണ് റബീഉൽ അവ്വൽ മാസം എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഏകകണ്ഠേന എല്ലാ പണ്ഡിതന്മാരും അംഗീകരിച്ച കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ടുള്ളത് റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്നുള്ളത് അത് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കുകയാണ്. എന്തിന്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കണം. ആരാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം? എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം? നോക്കൂ നിങ്ങൾ, സലഫുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കുന്നതിനെ കുറിച്ച് സലഫുകൾ പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഫീ ഇൽമിൽ മഗാസി ഇൽമുദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിന്റെയും
കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വിശ്വാസി പഠിക്കേണ്ട ഒരു ഇൽമാണ് പ്രവാചകന്റെ ചരിത്രം എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ മഹാനായ ഇബ്നു ഹസം റഹിമഹുല്ല അദ്ദേഹം പറയുന്നുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് മുഅ്ജിസത്തുകളുണ്ട്, നൂറുകണക്കിന് മുഅ്ജിസത്തുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം പഠിക്കുകയാണ് എങ്കിൽ നമുക്ക് ബോധ്യപ്പെടും. എന്നാൽ ആ മുഅ്ജിസത്തുകളൊന്നുമില്ലാതെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, പ്രവാചകന്റെ സ്വഭാവത്തെ നമ്മൾ പഠിക്കുകയാണ് എങ്കിൽ ആ മുഅ്ജിസത്തുകളൊന്നും പ്രവാചകന് കിട്ടിയിട്ടില്ലെങ്കിലും പ്രവാചകന്റെ സ്വഭാവം കൊണ്ട് തന്നെ ഒരാൾക്ക് ബോധ്യപ്പെടും ഇത് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനാണ് അതിൽ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. ചന്ദ്രൻ പിളർത്തി നിന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, അത് പ്രവാചകനുള്ള മുഅ്ജിസത്താണ്. അതേപോലെ തന്നെ പ്രവാചകന്റെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഒഴുകിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൽപ്പ ഭക്ഷണം കൊണ്ട് ഒരുപാട് സ്വഹാബികൾക്ക് നൽകിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന, വിശന്നുകൊണ്ട് വന്ന മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഒരു ഗ്ലാസ് പാല് കൊടുത്തുകൊണ്ട് 400ഓളം വരുന്ന സ്വഹാബാക്കൾക്ക് അതിൽ നിന്ന് പാല് കുടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളാണ്. ഈ മുഅ്ജിസത്തുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പ്രവാചകന്റെ സ്വഭാവം മാത്രം പരിശോധിക്കുകയാണ് എങ്കിൽ അതിൽ നിന്നു തന്നെ ഒരാൾക്ക് ബോധ്യപ്പെടും ഇത് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് മഹാനായ ഇബ്നു ഹസം റഹിമഹുല്ല നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അതേപോലെ തന്നെ പ്രിയമുള്ളവരെ, മഹാനായ സൈനുൽ ആബിദീൻ റഹിമഹുല്ല പറയുന്നുണ്ട്, കുന്ന നുഅല്ലമു മആസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസറായാഹു കമാ നുഅല്ലമു സൂറത മിനൽ ഖുർആൻ. ഞങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു സൂറത്ത് പഠിക്കുന്നത് പോലെ ഞങ്ങൾ പഠിച്ചിരുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം അപ്രകാരം പഠിക്കണമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് എത്രമാത്രം ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചറിയാം. ആരാണ് ആ പ്രവാചകൻ? ആ പ്രവാചകന്റെ പ്രത്യേകത എന്താണ്? എവിടെ ജനിച്ചു? ആ പ്രവാചകന്റെ കുടുംബം ഏതാണ്? ആ പ്രവാചകൻ വളർന്ന സാഹചര്യം എന്താണ്? ആ പ്രവാചകൻ മുന്നോട്ട് വെച്ച ആശയം എന്താണ്? ആ പ്രവാചകൻ ജീവിച്ച നാടുകളുടെ പ്രത്യേകത എന്താണ്? ആ പ്രവാചകൻ ജീവിച്ച കാലഘട്ടത്തിന്റെയും സമൂഹത്തിന്റെയും പ്രത്യേകതകൾ എന്താണ്? അങ്ങനെ പ്രവാചകന്റെ ജീവിതത്തിന്റെ ഉടനീളം പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു സൂറത്ത് പഠിക്കുന്നത് പോലെ പ്രവാചകന്റെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും പഠിക്കണമെന്നുള്ളതാണ്. കാരണം കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറ്റിദ്ധാരണകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറ്റിദ്ധാരണകളുടെ അളവുകോല് വെച്ച് അളക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുന്ന ആളുകളുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. തന്റെ നുബുവത്തിന്റെ 1-ാമത്തെ ദിവസം മുതൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ചത് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ 25-ാം അധ്യായം സൂറത്തു ഫുർഖാനിലെ 7-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വഖാലൂ മാ ലിഹാദർ റസൂലി യഅകുലു അത്ത്അാമ വയംശി ഫിൽ അസ്വാഖ് ലൗലാ നുസില ഇലൈഹി മലകുൻ ഫയകൂന മഅഹു നദീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് കിട്ടിയ വഹി, തനിക്ക് കിട്ടിയ ഇസ്ലാമിന്റെ സന്ദേശം തന്റെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ വഖാലു, അവർ പറഞ്ഞു, മാ ലിഹാദർ റസൂൽ, ഇതെന്തൊരു പ്രവാചകനാണ്, യഅകുലു അത്ത്അാമ വയംശി ഫിൽ അസ്വാഖ്, അവൻ ഭക്ഷണം കഴിക്കുകയും ആളുകൾക്കിടയിലൂടെ നടന്നു പോവുകയും ചെയ്യുന്നുണ്ടല്ലോ എന്ന് അവർ കരുതിയത് മലക്ക് പോലെ എന്തോ ഒരു പ്രത്യേകതയുള്ള ആളായിരിക്കുമെന്നുള്ളതാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ച് നമുക്ക് കാണാൻ കഴിയും. തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ എന്ന് തന്റെ പിതൃവ്യനിൽ നിന്ന് ആദ്യ എതിർപ്പിന്റെ വാചകങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ വിമർശനങ്ങൾ അനുദിനം വർദ്ധിക്കുമ്പോഴും ഇക്കാലഘട്ടത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുകയും അതിനുവേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടുകയും അതിനുവേണ്ടി പുതിയ കമ്മ്യൂണിറ്റികൾ രൂപീകരിക്കുകയും ചെയ്യുമ്പോഴും വറഫഅനാ ലക ദിക്റക്, നിന്റെ കീർത്തി നാം പുകഴ്ത്തുക തന്നെ ചെയ്യുമെന്ന്, ഉയർത്തുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. എത്ര തന്നെ ആളുകൾ പ്രവാചകനെ അടിച്ചാക്ഷേപിക്കാൻ ശ്രമിച്ചാലും, എത്ര തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ സ്ത്രീലമ്പടനാണ് എന്നും ഭീകരവാദിയാണ് എന്നും
എന്നും ചാപ്പ കുത്താൻ ശ്രമിച്ചാലും പ്രവാചകന്റെ കീർത്തി അത് ഉയർന്നു തന്നെ ഇരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആര് തന്നെ എതിർത്താലും ശരി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുമെന്ന് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്തുന്ന ആളുകൾക്ക് വിജ്ഞാനം കൊണ്ട് മറുപടി പറയാൻ വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സഹാബാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തിരുന്ന ആളുകൾക്ക് സ്വന്തം ശരീരം കൊണ്ട് കവചം ചീർത്തവരായിരുന്നു എന്നുള്ളത് ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അന്ന് പ്രവാചകനെ നാവ് കൊണ്ട് ആക്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ തന്റെ ശരീരം കൊണ്ടും തന്റെ കയ്യിലുണ്ട ആയുധങ്ങൾ കൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തെ നോവിക്കുവാനായിരുന്നു അവർ ശ്രമിച്ചിരുന്നത്. പക്ഷേ പ്രവാചകന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷണ കവചം തീർക്കുകയായിരുന്നു സഹാബാക്കൾ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നും വിമർശനങ്ങൾ വാക്കുകളിലൂടെ, തൂലികകളിലൂടെ ആളുകൾ തൊഴുതുവിടുമ്പോൾ പ്രിയമുള്ളവരെ, വിജ്ഞാനം കൊണ്ട്, തൂലികകൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട്, ജീവിതം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണ കവചം ഏർപ്പെടുത്താൻ വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. വിമർശകൾ പോലും ഒരുപാട് പ്രവാചകനെ വിമർശിക്കുമ്പോൾ അതിലൂടെ പിന്നീട് ഉണ്ടാകുന്നത് ഇസ്ലാം സ്വീകരിക്കുന്ന, ഇസ്ലാമിന്റെ സുന്ദരമായ പാന്താവിലേക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കുവാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുവാനും വേണ്ടി കടന്നു വന്നപ്പോൾ പിന്നീട് അവർ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് കേവലം ഇന്നും ഇന്നലെയും തുടർന്നിട്ടുള്ള കാര്യമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ പഠിക്കാൻ ശ്രമിച്ച ആളുകൾ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നോക്കൂ നിങ്ങൾ, സുമാമയുടെ ചരിത്രമുണ്ട്. യമാമയിലെ രാജാവായിരുന്ന സുമാമ മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടി പോകുമ്പോൾ, മദീനയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഒരു ദൗത്യ സംഘം നടന്നു പോകുന്നത് കണ്ടിട്ട് പ്രവാചകന്റെ അനുയായികൾ പിടികൂടുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ മസ്ജിദുൻ നബവിയിൽ അവരെ ബന്ദികളാക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുയായികളോട് പറഞ്ഞു, നിങ്ങൾ പിടിച്ചിരിക്കുന്നത് യമാമയിലെ ഒരു രാജാവിനെയാണ്, സുമാമയെയാണ്. അതുകൊണ്ട് സുമാമയോടും സുമാമയുടെ അനുയായികളോടും മാന്യമായിട്ടായിരിക്കണം പെരുമാറേണ്ടത്. അദ്ദേഹം ഒരു രാജാവാണ്, അതുകൊണ്ട് മാന്യമായിട്ടായിരിക്കണം അദ്ദേഹത്തോട് പെരുമാറേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൻ നബവിയിലേക്ക് കയറിയിട്ട് സുമാമയോട് ചോദിക്കുന്നുണ്ട്, മാദാ ഇൻദക യാ സുമാമ, എന്താ സുമാമ നിന്റെ വർത്തമാനമെന്ന് ചോദിക്കുമ്പോൾ, ഇന്ദിയ മുഹമ്മദ് ഖൈറുൻ, എനിക്ക് നല്ലതു തന്നെയാണ്. ഇൻ തഖ്തുൽ ദാദമിൻ, നീ എങ്ങാനും എന്നെ കൊല്ലുകയാണ് എങ്കിൽ എന്റെ രക്തത്തിന് പകരം ചോദിക്കാൻ എനിക്ക് പിന്നിൽ ഒരു സൈന്യമുണ്ട്, ഒരു നാടുണ്ട് എന്നുള്ളതാണ്. നീ എന്നെ വെറുതെ വിടുകയാണ് എങ്കിൽ എത്രമാത്രം ഞാൻ നിന്നോട് നന്ദി കാണിക്കുമെന്ന് ആ വിടുന്ന സന്ദർഭത്തിൽ നിനക്ക് ബോധ്യപ്പെടും. ഇനി അതല്ല, നിനക്ക് ധനമാണ് ആവശ്യമെങ്കിൽ നീ ഉദ്ദേശിക്കുന്ന അത്ര സമ്പത്ത് ഞാൻ നിനക്ക് തരാമെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടാതെ തിരിച്ചുപോയി. ഇത് 3 ദിവസം ആവർത്തിക്കുക തന്നെ ചെയ്തു. പ്രവാചകൻ സുമാമയെ കാണുന്നു, സുമാമ ഈ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു, ഒന്നും മിണ്ടാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പോകുന്നു. അങ്ങനെ 3-ാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറഞ്ഞു, അത്ലിഖൂ സുമാമ, സുമാമയെ കയറഴിച്ചു വിടണം, അതായത് ബന്ധനസ്ഥയിൽ നിന്ന് ഒഴിവാക്കണം. അങ്ങനെ സുമാമ ഫൻതലഖ ഇലാ നഖ്ലിൻ ഖരീബിൻ മിനൽ മസ്ജിദി ഫഖ്തസല, അവിടുന്ന് മസ്ജിദുൻ നബവിയുടെ അടുക്കലുള്ള ഒരു പുഴയിലെ അരികിലേക്ക് പോയി അവിടുന്ന് കുളിക്കുകയും സുമ്മ ദഖലൽ മസ്ജിദ, എന്നിട്ട് പള്ളിയിലേക്ക് കയറി വന്നുകൊണ്ട് പറഞ്ഞു, ഫഖാല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് അവിടെ വെച്ച് ഇസ്ലാമിന്റെ സാക്ഷ്യവചനം പ്രഖ്യാപിക്കുകയാണ്. എന്താണ് പ്രിയമുള്ളവരെ സുമാമക്ക് ഇസ്ലാം സ്വീകരിക്കാൻ പ്രേരണയായത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുയായികളോട് വർത്തിക്കുന്ന രീതിയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്റെ അനുയായികൾ കാണിച്ച ആദരവും ബഹുമാനവുമായിരുന്നു. അവിടുത്തെ പ്രവാചകന്റെ ജീവിതമായിരുന്നു സുമാമയെ ഇസ്ലാമിന്റെ സുന്ദരമായ ആ തനതായ ആശയത്തിലേക്ക് കടന്നു വരാൻ പ്രേരിപ്പിച്ചത്. എന്നിട്ട് സുമാമ പറയുന്നുണ്ട്, യാ മുഹമ്മദ്, മുഹമ്മദേ, വല്ലാഹി അല്ലാഹു ആണ് സത്യം, മാ കാന അലൽ അർളി വജ്ഹുൻ അബ്ഗള ഇലയ്യ മിൻ വജ്ഹിക ഫഖദ് അസ്ബഹ വജ്ഹുക അഹബ്ബുൽ വുജൂഹ് കുല്ലിഹാ ഇലയ്യ.
മുഹമ്മദേ, ഇന്നേ ദിവസം വരെ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള മുഖം അതങ്ങയുടെ മുഖമായിരുന്നു. എന്നാൽ ഈ പ്രഭാതത്തോടുകൂടി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുഖം അത് അങ്ങയുടെ മുഖമായി മാറിയിട്ടുണ്ട്. വല്ലാഹി, അല്ലാഹുവാണ് സത്യം. മാ കാന മിൻ ദീനിൻ അബഗള ഇലയ്യ മിൻ ദീനിക ഫഅസ്ബഹ ദീനുക അഹബ്ബദ്ദീനി കുല്ലിഹി ഇലയ്യ. എനിക്ക് ഇന്നേ ദിവസം വരെ ഏറ്റവും വെറുപ്പുള്ള, ഏറ്റവും ദേഷ്യമുള്ള മതമെന്ന് പറയുന്നത് അത് താങ്കളുടെ മതമായിരുന്നു. പക്ഷേ ഇന്നത്തെ പുലരിയോടുകൂടി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മതം അത് താങ്കളുടെ മതമാണ്. വല്ലാഹി, അല്ലാഹുവാണ് സത്യം. മാ കാന മിൻ ബലദിൻ അബഗള ഇലയ്യ മിൻ ബലദിക അസ്ബഹ ബലദുക അഹബ്ബൽ ബിലാദി കുല്ലിഹാ ഇലയ്യ. ഇന്നേ ദിവസം വരെ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള, വെറുപ്പുള്ള നാട് അത് താങ്കളുടെ നാടായിരുന്നു. പക്ഷേ ഇന്നു മുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട് ഈ പുണ്യമദീനയാണ് എന്ന് മഹാനായ സുമാമ റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് പ്രഖ്യാപിക്കും. നമുക്ക് കാണാൻ കഴിയും സുമാമക്ക് മാറ്റമുണ്ടായത് പ്രവാചകന്റെ ജീവിതം കണ്ടിട്ടാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റവും സ്വഹാബാക്കളുടെ സ്വഭാവവും അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് എത്തിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, ആ പ്രവാചകനെ പഠിക്കാനും ആ സ്വഭാവം ജീവിതത്തിൽ ആർജിച്ചെടുക്കാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും ബാധ്യസ്ഥരാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിമർശകർ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കുമ്പോൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പല ആളുകളും ഗ്രന്ഥങ്ങൾ എഴുതുമ്പോൾ അതിലൊന്നാമത് കൊടുക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കണം. എന്തുകൊണ്ട് നമ്മൾ പഠിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എന്തുകൊണ്ട് പഠിക്കണം? അദ്ദേഹത്തെ പിന്തുടരേണ്ടതിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. 59-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനമാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, പ്രവാചകൻ എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവന്നത് അത് നിങ്ങൾ പിൻപറ്റണം. വമാ നഹാകും അൻഹു ഫൻതഹു, എന്തൊന്നിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളിൽ നിന്ന് വിരോധിച്ചുവോ അത് നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് പ്രവാചകൻ ചെയ്യാൻ പറഞ്ഞത് ചെയ്യണം, ചെയ്യരുതെന്ന് പറഞ്ഞത് അതൊഴിവാക്കണം. പ്രവാചകൻ കൊണ്ടുവന്നത് സ്വീകരിക്കുകയും അവിടുന്ന് വിലക്കിയത് മുഴുവനായും അവഗണിക്കുകയും ചെയ്യണമെന്നും ഒഴിവാക്കുകയും ചെയ്യണമെന്നും നമ്മളെ പ്രമാണങ്ങൾ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന ഒരാളും ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുകയില്ല. പ്രവാചകനെ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ എങ്ങാനും ആരെങ്കിലും ധരിച്ചിട്ടുണ്ട് എങ്കിൽ പ്രവാചകനെ അറിയേണ്ട പോലെ അറിഞ്ഞിട്ടില്ല, പഠിക്കേണ്ട പോലെ പഠിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഇസ്ലാമിന്റെ ഓരോ സംഗതികളും നമ്മുടെ ജീവിതത്തിൽ പ്രവാചകൻ കാണിച്ചു തന്നതുപോലെ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ ആ പ്രവാചകൻ അറിഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതല്ല, പ്രവാചകന്റെ അധ്യാപനങ്ങൾക്കെതിരായി കൊണ്ടാണ് നമ്മുടെ വസ്ത്രധാരണവും നമ്മുടെ പെരുമാറ്റ രീതികളും ഒക്കെ എങ്കിൽ അറിയേണ്ട പോലെ അറിയാൻ നമ്മൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിലെ 31-ാമത്തെ വചനത്തിൽ പറയുന്നു, ഖുൽ നബിയെ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. യുഹ്ബിബുകുമുല്ലാഹ്, എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഇഷ്ടപ്പെടുമെന്നും നമ്മളെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അനുകരണമാണ് വേണ്ടത്. ആരനുകരിക്കേണ്ടത്? പ്രവാചകനെ ചാണിന് ചാണായി മുഴത്തിനു മുഴമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുകരിക്കണം. എന്നാൽ ഇന്ന് പലരും അനുകരിക്കുന്നത് മറ്റു പലരെയുമാണ്. നോക്കൂ നിങ്ങൾ, ഒരു പെരുന്നാൾ വരുമ്പോൾ വസ്ത്രമെടുക്കാൻ വേണ്ടി മാനദണ്ഡമാക്കുന്നത് അന്നത്തെ സിനിമകളുടെ പേരുകൾ നോക്കിയിട്ടും അന്നത്തെ നടന്മാരുടെ ട്രെൻഡുകൾ നോക്കിയിട്ടുമാണ് പല ആളുകളും വസ്ത്രം ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. എന്നാൽ സിനിമാ ലോകത്ത് നിന്ന് കേൾക്കുന്ന മ്ലേച്ഛമായ നാണം കെട്ട വാർത്തകൾ അധികമൊന്നും ആയിട്ടില്ല നമ്മുടെ കാതുകളിൽ എത്തിയിട്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ മാതൃകയാക്കാൻ പൂർണ്ണമായും സാധിക്കുന്ന ഒരു വ്യക്തിയുണ്ട് എങ്കിൽ അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നിങ്ങൾ എന്താകണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആ വിഷയത്തിൽ നമുക്ക് മാതൃകയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഭരണാധികാരി എന്നുള്ള നിലക്ക് മാതൃകയുണ്ട്, അതേപോലെ തന്നെ ഒരു പിതാവ് എന്നുള്ള നിലക്ക് മാതൃകയുണ്ട്, ഒരു നല്ല അയൽവാസി എന്നുള്ള നിലക്ക് മാതൃകയുണ്ട്, ഒരു നേതാവ് എന്നുള്ള നിലക്ക് മാതൃകയുണ്ട്, ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലക്ക് മാതൃകയുണ്ട്, ഒരു ഭർത്താവ് എന്നുള്ള നിലക്ക് മാതൃക
മാതൃകയുണ്ട്. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും താൻ എത്തിപ്പെടുന്ന ഏതെല്ലാം ഹലാലായ മേഖലകളുണ്ടോ അവിടെയൊക്കെ പ്രവാചകൻ മാതൃകയായി നിനക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലോകത്ത് അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ അറിയപ്പെടുന്നതും അതേപോലെ തന്നെ ആളുകൾ പ്രാധാന്യത്തോടുകൂടി കാണുന്നത്, എനിക്ക് 400K ഫോളോവേഴ്സ് ഉണ്ട്, എനിക്ക് FB-യിൽ ഇത്ര ഫോളോവേഴ്സ് ഉണ്ട്, എനിക്ക് ഇൻസ്റ്റയിൽ ഇത്ര ഫോളോവേഴ്സ് ഉണ്ട്, എനിക്ക് പിന്നെ X-ൽ ഇത്ര ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട്, ഞാൻ ഇത്ര ഫോളോവേഴ്സ് ഉള്ള വലിയ ഇൻഫ്ലുവൻസർ ആണ്. ഇതൊക്കെയാണ് ആളുകൾ വലിയ പ്രാധാന്യത്തോടുകൂടിയും വലിയ വലിയ കാര്യത്തോടുകൂടിയും നോക്കിക്കാണുമ്പോൾ, പ്രിയമുള്ളവരെ, ഒരു FB അക്കൗണ്ട് ഇല്ലാത്ത, അതേപോലെ തന്നെ ഒരു ഇൻസ്റ്റയിലും അക്കൗണ്ട് ഇല്ലാത്ത, ഒരു X-ലും അക്കൗണ്ട് ഇല്ലാത്ത, ഒരു സോഷ്യൽ മീഡിയയിലും അക്കൗണ്ട് ഇല്ലാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മില്യൺ കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. വെള്ളിയാഴ്ച ദിവസം ഉച്ച സമയത്ത് കോടാനുകോടി കണക്കിന് വിശ്വാസികൾ ജുമഅ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന പ്രാർത്ഥനയും പ്രാർത്ഥിച്ചുകൊണ്ട് വലതുകാല് വെച്ചുകൊണ്ട് സഫിൽ അണിയായി നിൽക്കുന്നുണ്ട് എങ്കിൽ അത് മില്യൺ കണക്കിന് ആളുകൾ ഫോളോവേഴ്സ് ഉള്ള പ്രവാചകന്റെ മാതൃകയെ പിൻപറ്റിക്കൊണ്ടാണ് ആ വിശ്വാസികൾ ചെയ്യുന്നത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകേണ്ടതുണ്ട്. താടി വളർത്തുന്ന കോടിക്കണക്കിന് വിശ്വാസികളുണ്ട്, തലമറക്കുന്ന കോടിക്കണക്കിന് വിശ്വാസികളുണ്ട്. അവർ ഫോളോ ചെയ്യുന്നത് ഒരു അക്കൗണ്ടും ഇല്ലാത്ത, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇന്നവരെ കണ്ടിട്ടില്ലാത്ത ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികൾക്ക് നല്ലൊരു ഇൻഫ്ലുവൻസർ ആണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിലെ ഇൻഫ്ലുവൻസർമാർ കേസുകളിലും അതേപോലെ തന്നെ വ്യഭിചാരങ്ങളും പെൺവാണിഭങ്ങളിലും അതേപോലെ തന്നെ തട്ടിപ്പിലും വെട്ടിപ്പിലുമായി കൊണ്ട് പല കേസുകളിലും ഇന്ന് അത്തരം ആളുകളുടെ പേരുകൾ പൊങ്ങി വരുന്ന സാഹചര്യമാണ്. അവരെല്ലാം പ്രിയമുള്ളവരെ ഇൻഫ്ലുവൻസർ ആയിക്കൊണ്ട് ഒരാളും സ്വീകരിക്കേണ്ടത്. നേരെ മറിച്ച് ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത, ജീവിതത്തിൽ എല്ലാവർക്കും മാതൃക കാണിച്ചിട്ടുള്ള, ജീവിതത്തിൽ ഒരു ന്യൂനത പോലും എടുത്തു കാണിക്കാൻ പോലും കഴിയാത്ത ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കണം നമ്മൾ ഓരോരുത്തരും മാതൃകയായി സ്വീകരിക്കേണ്ടത്. അത് കേവലം റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ മാത്രമല്ല ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൊണ്ട് മാതൃക കാണിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരു പ്രവണത, ഒരു സ്നേഹപ്രകടനം അതുണ്ട് എങ്കിൽ അത് പ്രമാണങ്ങളിൽ കാണേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ എന്തിനാ പെരുന്നാൾ ആഘോഷിക്കുന്നത്? 2 ദിവസം കൊല്ലത്തിൽ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ആ 2 ദിവസം നിങ്ങൾ ആഘോഷിക്കണമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആഘോഷിക്കുന്നു. അങ്ങനെ എങ്ങാനും ഒരു ആഘോഷം ഇസ്ലാമിലുണ്ട് എങ്കിൽ, റബീഉൽ അവ്വൽ ആഘോഷമാണ് എങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തരണമായിരുന്നു. എന്നാൽ അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ചില ആളുകളൊക്കെ പറയുന്നുണ്ട്, കണ്ടറിഞ്ഞ് നമ്മളിതൊക്കെ ചെയ്യണ്ടേ, അള്ളാന്റെ റസൂലിന്റെ ജന്മദിനമല്ലേ, അങ്ങനെ ഇസ്ലാം കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളായിട്ടൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യണം, അതൊന്നും ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. പിന്നെ ചില ആളുകളൊക്കെ പറയുള്ളത്, സ്വന്തം കാര്യം, സ്വന്തം ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി ആരെങ്കിലും പറയോ, അതൊക്കെ നമ്മളായിട്ടുണ്ട് ആഘോഷിക്കുക എന്നുള്ളതാണ്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിലുള്ളതാണ് എങ്കിൽ പറയും. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ പേരിൽ നിങ്ങൾ സ്വലാത്തു ചെല്ലണം. അത് സ്വന്തം കാര്യം പറഞ്ഞത്, എൻ്റെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചെല്ലണം, ഇല്ലെങ്കിൽ എൻ്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാത്തവൻ പിശുക്കനാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങളെക്കാൾ എന്നെ സ്നേഹിക്കണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സ്വന്തം കാര്യം പ്രമാണത്തിൽ ഇസ്ലാം പഠിപ്പിച്ചെന്നതാണ് എങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അല്ലാത്തിടത്തോളം കാലം നമുക്കത് ആഘോഷിക്കാൻ വകുപ്പില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന എന്തെല്ലാം ഉണ്ടോ അത് ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട്. മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, അഫ്ളലുൽ മുസ്ലിമീന റജുലുൻ അഹ്യൻ സുന്നത്തൻ മിൻ സുനനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഉമീതത്. അതായത് മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലച്ചു പോകുന്ന സുന്നത്തുകളെ ജീവിപ്പിക്കുന്നവനാണ് എന്നും. അതുകൊണ്ട് ഫസ്ബിർ യാ അസ്ഹാബസ് സുനൻ റഹിമക്കുമുല്ലാ. അതുകൊണ്ട് സുന്നത്തുകളെ, നിലച്ചു പോകുന്ന സുന്നത്തുകളെ ജീവിപ്പിക്കുന്ന വിശ്വാസികളെ, സുന്നത്തിന്റെ വക്താക്കളെ നിങ്ങൾ ക്ഷമിക്കുക. അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. ഫഇന്നകും അഖല്ലുന്നാസ്, തീർച്ചയായും നിങ്ങൾ ജനങ്ങളിൽ വളരെ കുറച്ചു മാത്രമാണ്. അതുകൊണ്ട് നിലച്ചു പോകുന്ന ഏതെല്ലാം സുന്നത്തുകളുണ്ടോ അത് മുറുകെ പിടിക്കണമെന്നാണ് മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരാൻ ആ പ്രവാചകനെ പഠിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഖുർആനും ഹദീസുകളും മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം സൂറത്തുൽ നഹ്ലിലെ 44-ാമത്തെ
വചനത്തിൽ പറഞ്ഞു വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ വഅൻസൽനാ ഇലൈക الذിക്റ നിനക്ക് നാം ഉത്ബോധനം ഇറക്കിയിരിക്കുന്നു നിന്നിലേക്ക് ലിതുബയ്യിന ലിന്നാസ് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കുന്നതിന് വേണ്ടി. എങ്ങനെ വ്യക്തമാക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ ആയത്തുകൾ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അതായത് ഈ ആയത്ത് കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചിരുന്നു പ്രവാചകന്റെ സുന്നത്തുകളും പ്രമാണമാണ്. വിശുദ്ധ ഖുർആൻ ഒരു വിശ്വാസിക്ക് പ്രമാണം എപ്രകാരമാണോ അതേപോലെ പ്രവാചകന്റെ ഹദീസുകളും ഒരു വിശ്വാസിക്ക് പ്രമാണമാണ് എന്നുള്ളതാണ്. ഖുർആൻ മാത്രം പ്രമാണമായി അംഗീകരിച്ചാൽ പോരാ. അത് വിശുദ്ധ ഖുർആൻ മാത്രം പ്രമാണമായി അംഗീകരിക്കുകയാണ് എങ്കിൽ അവനൊരിക്കലും നമസ്കരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വർക്കഉ നിങ്ങൾ റുക്കൂ ചെയ്യണമെന്നുള്ളതാണ്. അതെങ്ങനെ റുക്കൂ ചെയ്യണമെന്ന് ഹദീസുകളാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. കൈകൾ എവിടെ വെക്കണമെന്നും റുക്കൂഇൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുമ്പോൾ അവിടെ വെള്ളം ഒഴിച്ചാൽ പോലും എങ്ങോട്ടേക്കും ഒഴുകി പോവുകയില്ല. അതേപോലെ സ്റ്റഡിയിലായിരുന്നു തന്റെ മുതുക് വളച്ചു നിന്നിരുന്നത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതെങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നത് ഹദീസുകളാണ്. അതേപോലെ തന്നെ വസ്ജുദു നിങ്ങൾ സുജൂദ് ചെയ്യണം, 7 അവയവത്തിൽ സുജൂദ് ചെയ്യണമെന്ന് ഹദീസുകളാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. നിങ്ങൾ ഹജ്ജ് ചെയ്യണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. അത് എവിടെ ഏത് ദിവസത്തിൽ എവിടെ നിൽക്കണമെന്നും അറഫയിൽ നിൽക്കേണ്ട ദിവസം ഏതാണ് എന്നും മിനയിൽ എങ്ങനെ കഴിച്ചു കൂട്ടണമെന്നും ജംറയിൽ എത്ര കല്ലെറിയണമെന്നും ഇതെല്ലാം പഠിപ്പിച്ചു തരുന്നത് ഹദീസുകളാണ്. അതുകൊണ്ട് ഹദീസുകളും പ്രമാണമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ വഹിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല ഇന്നി ഊതീതുൽ കിതാബ വമിസ്ലഹു മഅഹു. നിങ്ങൾ അറിയണം എനിക്ക് അള്ളാഹുവിൽ നിന്നുള്ള കിതാബ് ലഭിച്ചിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ കിട്ടിയിട്ടുണ്ട്, അതുപോലെയുള്ളതും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതായത് ഹദീസുകളും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനും ഹദീസും പഠിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കണം. അതേപോലെ തന്നെ ഈമാൻ പൂർത്തിയാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെങ്കിൽ ആരാണ് നബി എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകൾ എന്താണ് എന്നും വിശ്വാസി പഠിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, പ്രവാചകരെ എനിക്ക് ഈ ലോകത്ത് എന്നെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം താങ്കളെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ പറ്റൂല, വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്. നിനക്ക് നിന്നേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് വരെ നിന്റെ ഈമാൻ പൂർണ്ണമല്ല. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഫഇന്നഹു അൽആൻ വല്ലാഹി ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. എനിക്ക് ഇന്നു മുതൽ ഈ സമയം മുതൽ അല്ലാഹുവാണ് സത്യം, എന്നേക്കാൾ പ്രിയം താങ്കളെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അൽആൻ യാ ഉമർ, ഇപ്പോഴാണ് ഉമറെ നിന്റെ ഈമാൻ പൂർണ്ണമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് നമ്മളെക്കാളും വലുത് നമുക്കായി തീരേണ്ടതുണ്ട്. അതായി തീരണമെങ്കിൽ എന്തു വേണം? ആ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കണം. മഹാനായ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം പഠിക്കൽ അത് പിന്നെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്ന്. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം പഠിക്കുന്നവൻ അവന് ഈമാൻ വർദ്ധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഈമാൻ വർദ്ധിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രം പഠിക്കണം. അതേപോലെ തന്നെ മനുഷ്യനിൽ നിന്ന് ഒരു മനുഷ്യന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രം പഠിക്കുന്നതിലൂടെ വർദ്ധിക്കുമെന്ന് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് നമ്മളെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റസൂലിനോടുള്ള സ്നേഹം വർദ്ധിക്കാനും ഈമാൻ വർദ്ധിക്കാനും അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. 4-മത്തത് വിജ്ഞാനത്തിന്റെ ശേഖരമാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ വിശ്വാസ രംഗമുണ്ട്, വിധിവിലക്കുകളുടെ രംഗങ്ങളുണ്ട്, ദഅവത്തുണ്ട്, അധ്യാപനമുണ്ട്, രാഷ്ട്രീയമുണ്ട്, ജിഹാദുണ്ട്, സ്വഭാവ മര്യാദകളുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആരാണ് പ്രവാചകൻ? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. 62-ാം അധ്യായം സൂറത്തു ജുമുഅയിലെ 2-ാമത്തെ വചനം. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും, നിങ്ങളിൽ നിന്ന് തന്നെ നിരക്ഷരനായ ഒരു പ്രവാചകനെ നിങ്ങളിലേക്ക് അയച്ചുകൊണ്ട് യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ വേദഗ്രന്ഥം ഓതിക്കൊടുക്കുകയും
വയുസക്കീഹിം അത് മുഖാന്തരം അവരെ സംസ്കരിക്കുകയും വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വേദഗ്രന്ഥവും ഹിക്മത്തും അവരെ പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവരെ പരിവർത്തിപ്പിച്ചെടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിരുന്നു. അങ്ങനെ നിരക്ഷരനായിട്ടുള്ള എഴുത്തും വായനയും അറിയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സമൂഹത്തെ ഏറ്റവും സുന്ദരമായ സമൂഹമാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് എങ്കിൽ ആ പ്രവാചകനെ അറിയാനും പഠിക്കാനും ആ പ്രവാചകൻ കൊണ്ടുവന്ന ആദർശത്തെ നമ്മൾ മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അങ്ങനെ പഠിക്കുകയാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അറിയുകയാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം വർദ്ധിക്കുമെന്നുള്ളതാണ്. മഹാനായ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹം തന്റെ ദർസിൽ സൂചിപ്പിക്കുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നിങ്ങൾ വായിക്കണം. അല്ലാഹുവാണേ സത്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വായിച്ച ഒരാൾക്കും അദ്ദേഹത്തോടുള്ള സ്നേഹം വർദ്ധിക്കാതെ ഇരുന്നിട്ടില്ല. നിങ്ങൾ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചരിത്ര സംഭവം വായിച്ചാലും അത് നാളെ നിങ്ങൾ വീണ്ടും വായിച്ചാലും ആ റസൂലിനോടുള്ള സ്നേഹം അത് വർദ്ധിക്കുകയേ ചെയ്യുകയുള്ളൂ എന്ന് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ നമ്മളെ പഠിപ്പിച്ചിരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളോട് അങ്ങേയറ്റം സ്നേഹമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതാരാണ്? നമ്മുടെ വാപ്പയല്ല, നമ്മുടെ ഉമ്മയല്ല, നമ്മുടെ മക്കളല്ല, നമ്മുടെ ഇണകളല്ല. ഈ ലോകത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വിശ്വാസികളെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ബലിയറുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ആർക്കെല്ലാം ബലിയറുക്കാൻ കഴിയാത്തവരുണ്ടോ അവർക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹുവേ ഞാൻ ഈ ബലിയറുക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ലോകാവസാനം വരെ ജീവിച്ചിരിക്കുന്ന വിശ്വാസികളിൽ ആർക്കൊക്കെയാണോ സ്വന്തമായി ബലിയറുക്കാൻ സാമ്പത്തികമായ ശേഷിയില്ലാത്തത് അവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബലിയറുത്തിട്ടുണ്ട് എന്ന് ഹദീസുകളെ നമ്മളെ പഠിപ്പിച്ചിരുന്നു. അത്രമാത്രം സ്നേഹമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ് പ്രാർത്ഥിച്ചില്ലേ, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിന് അതിൻ്റെ പ്രഭാത സമയത്ത് നീ ബർക്കത്ത് നൽകണേ എന്ന്. ആർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? എൻ്റെ ഉമ്മത്തിന് വേണ്ടി, റസൂലിൻ്റെ ഉമ്മത്തിന് വേണ്ടി. പ്രഭാത സമയത്ത് ഉറങ്ങരുത്, അത് ബർക്കത്ത് ഇറങ്ങുന്ന സമയമാണ് എന്നും അവിടെ നിങ്ങൾ ഇബാദത്തുകളിലും അമല് സ്വാലിഹാത്തുകളിലും പഠനങ്ങളിലും ജോലികളിലും മഈശത്തുകളിലും മുഴുകണമെന്ന് നമ്മളെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പഠിപ്പിച്ചിരുന്നു. കാരണം ഈ ഉമ്മത്തിൻ്റെ ബർക്കത്ത് ഇറങ്ങുന്ന സമയമാണ്. ആ സമയത്ത് അത് നേടിയെടുക്കുന്നവരായി മാറണമെന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് റസൂൽ പ്രാർത്ഥിച്ചത്? ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നരകത്തിലേക്ക് പോകുന്ന വഴികളെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നമുക്ക് മുന്നറിയിപ്പ് നൽകി. അവിടെ വ്യഭിചാരം എന്നുള്ളത് അത് നിങ്ങളെ നരകത്തിലേക്ക് എത്തിക്കും. വ്യഭിചാരത്തിന്റെ ഓരോ ഇനങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു. അതേപോലെ തന്നെ മദ്യപാനം എന്നുള്ളത് അത് നിങ്ങൾക്ക് നാശമാണ് വരുത്തുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മോഷണം എന്നുള്ളത്, അങ്ങനെ ജീവിതത്തിൽ ഒരു വിശ്വാസി നരകത്തിലേക്ക് എത്തിപ്പെടുന്ന ഏതെല്ലാം തിന്മകളുണ്ടോ അതക്കമിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ പോകരുത് എന്ന കൃത്യമായ താക്കീത് നൽകിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? ഈ ഉമ്മത്തിനോടുള്ള സ്നേഹമായിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുന്നുണ്ട്, നാളെ ആളുകൾ പിന്നെ ഈയാമ്പാറ്റകൾ വെളിച്ചത്തിലേക്ക് ഓടിപ്പോകുന്നത് പോലെ നരകത്തിലേക്ക് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ഓടുമ്പോൾ ഞാൻ അവരുടെ അരക്കിട്ട് പിടിക്കുമെന്നുള്ളതാണ്. പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ അരയിലിട്ട് പിടിക്കും, നിങ്ങൾ പോകരുത് എന്ന്, നരകത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അത്രമാത്രം സ്നേഹമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ അനുയായികളോട്, വിശ്വാസികളോട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്ന ആ പ്രവാചകനെ കുറിച്ച് പഠിക്കാൻ, പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ബിദ്അത്തുകൾ കൊണ്ടാടുന്ന ദിവസങ്ങളിലേക്കാണ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ സമൂഹം പോകുന്നത്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം അത് പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് യഥാർത്ഥ രീതിയിൽ പ്രവാചകനെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക. ഇൻഷാ അല്ലാഹ് അതിനുള്ള പഠനങ്ങളാണ് നമ്മൾ ഇവിടെ ചുരുങ്ങിയ ആഴ്ചകളിലൂടെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ കൃത്യമായി പഠിച്ച് പ്രമാണങ്ങൾ എങ്ങനെയാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ പഠിപ്പിച്ചിരുന്നത് അതേ രൂപത്തിൽ പ്രവാചകനെ സ്നേഹിച്ച്
സ്വർഗം കരസ്ഥമാക്കുന്ന വിശ്വാസികളിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹുവേ, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വഅജിർ والدينا من النار. رب ارحمهما كما ربونا صغارا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين والله تعالى أعلم. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك. والسلام عليكم ورحمة الله وبركاته.